അഫ്രിക്കാൻ പോലത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മളിന്ന് GTA 5 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രാങ്കളിന് ഇപ്പൊ നല്ല സൺസെറ്റ് കണ്ടുകാണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി റേഞ്ച് റോവർ ബാഗിലിരിക്കുന്നുണ്ട്. റേഞ്ച് റോവർ അല്ല, വേറെ ഒരു വണ്ടിയാണ്, ഞാൻ മോഷിച്ചെടുക്കുകയാണെന്നുള്ളൂ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാർ ഫൈൻഡ് ചെയ്യാൻ പോവന്നെയാണ്. എന്താ ഇപ്പൊ എല്ലാ ദിവസവും കാർ ഫൈൻഡ് ചെയ്യാൻ പോവാ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇന്നത്തെ കൂടെയും കാർ ഫൈൻഡ് ചെയ്യാൻ പോവാന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഗൈസ് അതല്ല സംഭവം. ഇന്ന് ഗൈസ് നമ്മളെന്താണ് പറയാ, മിലിറ്ററി ബേസൊക്കെ പോവാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ കാർ ഫൈൻഡ് ചെയ്യാൻ പോകുന്ന ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ഞാനത് വെറുതെ പറഞ്ഞാന്നുള്ളൂ. നമ്മളിന്ന് ഗൈസ് മിലിറ്ററി ബേസ്ക്ക് കയറാൻ പോവാണ്. എന്താ സംഭവിക്കാൻ, എന്തായാലും പോലീസും വൈസ് സ്റ്റാറൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളെന്ത് ചെയ്യും, കയറിയൊക്കെ എന്താ എൻ്റെ ഉള്ളിൽ എന്താ സംഭവം ഞാൻ കണ്ടിക്കണ അവിടെ നിന്നാന്ന് വെച്ചാൽ, ഇന്നാള് ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോയിൽ ഞാനൊരു മാപ്പ് ചിലപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടാവും തോന്നുന്നതാ. ഇവിടെയാണ് മിലിറ്ററി ബേസ്. സത്യം പറഞ്ഞാൽ ഇതാ ഇത് കൂടിയാണ് തോന്നുന്നു അല്ലേ? ഇതാ ഇത് കൂടി ഏതോ ഇവിടെയാണ് എന്തായാലും ഒരു ബാധ. ഇവിടെയാണ് സംഭവം മിലിറ്ററി ബേസ് സത്യം പറഞ്ഞാൽ ഉള്ളത്. അതൊക്കെ കയറണം എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഇന്നോട് കയറി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മിലിറ്ററി ബേസൊക്കെ കയറാൻ പറ്റുമോ, കയറിയപ്പോൾ എന്താ ഉണ്ടാവുക അതൊക്കെ നോക്കണത്. ഇപ്പോൾ ഫ്രാങ്ക്ലിനൊക്കെ സെറ്റായിക്കണം, നമുക്ക് പോവാം. നമ്മളിപ്പോൾ 4 വണ്ടിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ മറ്റേ വീടുകളൊക്കെ കണ്ടുപിടിച്ചിരിക്കണത്. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇങ്ങനെ നാളെ മറ്റന്നാളെ എന്തായാലും ഉണ്ടാക്കാറ് ഉറപ്പാണ്. എന്തായാലും പോട്ടെ പിപി. ഗൈസ് ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ഹോൺ ഇഷ്ടമുണ്ടോ അറിയില്ല ഞങ്ങൾക്ക്. സൂപ്പർ ഹോണല്ലേ ഗൈസ്. ഇപ്പം എന്തായാലും ഗൈസ് നമുക്ക് വേഗം പോട്ടെ. അപ്പൊ ഗായ്സ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഏകദേശം എത്തിക്കണമെങ്കിൽ ഇതന്നെയാണ് റൂട്ട് എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ സംശയം മാറി കിട്ടി. ഗായ്സ് നിങ്ങൾക്ക് കണ്ടോന്നറിയില്ലതാ ആ ഒരു ഭാഗത്താണ് മിലിറ്ററി ബേസ് ഉള്ളത്. അപ്പൊ ഇതല്ലല്ലേ വഴി. അപ്പം എന്തായാലും റൂട്ട് മാറ്റട്ടെ. റൂട്ട് ഇതല്ല, ഇവിടെയാണ് മിലിറ്ററി ബേസ് സംഭവം ഉള്ളത്. എന്നിട്ട് കയറേണ്ട വലിയ റൂട്ടാണ് എന്നൊരു സംശയമുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. വണ്ടി സ്പീഡ് വിടട്ടെ. എന്തായാലും ഗൈസ് നമുക്കോട് പോയേക്കാം, കാരണം അവിടെയാണ് മിലിറ്ററി ബേസ് ഉള്ളത്. നിങ്ങൾക്ക് മൊത്തം കാണണമെങ്കിൽ റൂട്ട് കൂടി പോയാൽ മതി, അപ്പം കാണും. അതാ ഒരു ഭാഗം അവിടെ ഞാൻ എന്നാൽ കണ്ടിരുന്നു. എന്താണ് നമ്മൾ കാർ ഫൈൻഡ് ചെയ്യാൻ പോകാറുണ്ട് കണ്ട്, അവിടെ നിന്നാണ് ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് എന്താ വിചാരിച്ചു എയർപോർട്ടാണോ എന്ന്. അപ്പം എന്തായാലും നമുക്ക് ഇത് കൂടി ഒന്ന് പോയൊക്കെ. ഇതാവണ ശരിക്കുള്ള സ്ഥലം. എന്തായാലും രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഒരു നീച്ചിരിക്കുണ്ടാവും, പറയാൻ പറ്റൂലല്ലോ. ഇതാണ് റൂട്ടില്ലേ? ശരിയാണ്, ഇതാണ് ഞാൻ നാളെ നോക്കി വെച്ചിരുന്നു. അപ്പം അത് തന്നെയാണ് ഗൈസ് റൂട്ട് അറിയണത്. ഞങ്ങൾക്ക് നാട് തീരുക. അജോ എൻ്റെ അമ്മോ, ഞാൻ ഗൈസ് അറിയാണ്ട് ചാടിപ്പോയി. അപ്പം നമുക്ക് വേഗം പോകും. സോറി ഗൈ നമുക്ക് ഈ റൂട്ടിനാണ് പോകേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഗൈസ് നമ്മൾ മിലിറ്ററി ബേസൊക്കെ പോവാണ്. പക്ഷേ ഗൈസ് മാപ്പിൽ ഒരു സ്ഥലം കാണിച്ചിട്ടില്ല കേട്ടോ, അത് വേറെ രസം. മാപ്പിൽ ഈ സ്ഥലം തന്നെ കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഇടിച്ച് കയറാനാണ് ആഗ്രഹം. അപ്പം എന്ത് ചെയ്യാം, നമുക്കൊക്കെ റെഡിയാക്കട്ടെ. ടാർട്ടല് പിന്നെ ഒരു സീക്രട്ട് ഇതാണ് പെയിൻ കില്ലർ എന്നറിയും. പെയിൻ കില്ലർ അടിച്ചു കൊടുത്താൽ പിന്നെ 5 മിനിറ്റ് നമുക്ക് ഇൻവിസിബിലിറ്റി ഒക്കെ വരും. നോക്കട്ടെ, എന്തോ ഒരു അതറിയില്ലല്ലോ. അപ്പം എന്തായാലും സുരക്ഷിതൊക്കെ ഉണ്ടായിക്കോട്ടെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിർച്ചമിച്ച് കയറാം. മാറിക്കോളി എൻ്റെ പൊന്നെ ഗായ്സ്, 4 സ്റ്റാർ.
ആളിയ ഇത് സീനാണ് ഗൈസ്. എന്റെ പൊന്നെ റൈസ് വേണം റൈസ്. ചേട്ടന്മാരെ അറിയാണ്ട് കയറി പോയാണേ ഗൈസ്. ഇത് സീനാണ്. എന്റെ അമ്മ ടാങ്ക് നമ്മളെ വണ്ടി പൊട്ടി തെറിച്ചില്ല എന്ന് ഓർക്കറിയല്ലോ. അജോ അത് പുറത്തേക്ക് വയ്ക്കൂല ഗൈസ്. ഞാൻ പെട്ടു. എന്റെ മോനെ ബാഗൊക്കെ ഗൈസ് പൊട്ട വരാണ്. ഒരടുത്തൊക്കെ അറിയാണ്ട് പോലും വരരുത് ഗൈസ്. ഞാൻ അപ്പൊ തന്നെ പറയാം, അറിയാണ്ട് പോലും വരരുത്. അലാക്കിന്റെ സാധനാണ് സർ. നീ ഇതേരിയ എന്റെ ഓനെ അതിനെ അപ്പൊ ചെയ്യുന്ന എന്റെ അമ്മയൊക്കെ പേടിയാണ്. ഇതേ രണ്ടിരട്ടി സീനാണ്. ഇപ്പൊ ഗൈസ് പോലീസ് നമ്മള് പിന്നാലുണ്ട് കളഞ്ഞിട്ട് വരാ. പക്ഷെ ഞാനൊന്നും ഇറപ്പടിച്ചിട്ടില്ല. പകരം നിങ്ങളെന്നെ കണ്ടോളി എങ്ങനെയാ പോലീസിനെ കളയണെന്ന്. നമുക്ക് ഗൈസ് റേസ് ചെയ്ത് കണ്ടെന്നെ കളയ. ഈ മാറിക്കോ പുല്ല് ഗൈസ്. ഇവര് അലാഖിന്റെ സാധനാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 4 സ്റ്റാർ ഒക്കെ കിട്ടുമെന്ന്. എന്തായാലും ഗൈസ് നമുക്ക് നോക്കട്ടെ. നിങ്ങളെന്നെ കണ്ടോളി. ഞാൻ കുറച്ചു നേരം രക്ഷപ്പെടുന്നതിലാകരുത്. എന്റെ മോനെ ഇത് വേക്കും തോന്നില്ല. മൊത്തം തന്നെയാണ്. മൊത്തം റേസാണ്. പോലീസ് ഗൈസ് 4 ഒന്നും പോണെന്നെ കാണാനില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം ഹൈഡ് ചെയ്ത് നിന്നാ മതി. പക്ഷെ അതിന് വയ്ക്കണില്ലല്ലോ ഗൈസ്. ഇവിടെ കുറെ ആൾക്കാർ നമ്മളെ സഹായിച്ചാനായിട്ടുണ്ട്. നമ്മളെ ഫ്രാങ്ക്ലിന്റെ ഈ ഒരു പവർ അല്ല അങ്ങനെ സുഖമാണ്. എന്തായാലും ഗൈസ് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാം. വയ്ക്കണ രീതിയിൽ വെക്കട്ടെ ഗൈസ്. അല്ലാണ്ട് രക്ഷപ്പെടാൻ വെക്കൂല എന്നൊരു കാര്യം. എന്നിട്ടൊക്കെ ഗൈസ് നമ്മളടിച്ചാനായിട്ട് വരുന്നോക്ക് ഇവര് ഓരോ ടീമാ തോന്നുന്നു. പക്ഷെ നമുക്ക് ഓരോ കാണൂല. അങ്ങനെയുണ്ട്. എന്തായാലും സ്പീഡിലാണ് നമ്മൾ പോണിപ്പോ. അയ്യോ അടിച്ചു. ഇല്ല ഹംദുനായിട്ടല്ലേ കളി. എന്താ കട്ട. അയ്യോ അടിച്ചു. എന്റെ മോനെ സിറ്റിക്ക് തിന്നായതൊരു രക്ഷയില്ല ഗൈസ്. അലാഖിന്റെ പവറിലാണ് വണ്ടി പോകുന്നത്. ഇടിച്ചാൻ പാടില്ല ഗൈസ്. കാരണം പോലീസും പിന്നാലെ ഉണ്ട്. എന്നിട്ട് ഇടിച്ചിങ്ങാണ്ട് പോകാൻ പറ്റൂല. കാപ്ലോക്ക് ഓഫ്. അയ്യോ പെട്ടു. മാറിക്കോ വണ്ടിയെ മാറിക്കോ. ഞാനിവിടെ പെട്ടിരിക്കാണ്. 2.5 മിനിറ്റ് ഉള്ളു ഗൈസ്. ഞാൻ 2.5 മിനിറ്റ് കൊണ്ടാണ് ഗൈസ് നമുക്ക് വലിയ ഫൈറ്റ് ചെയ്യേണ്ട. ഒരു വണ്ടി വേണല്ലോ. ഇത് വേണ്ട. നല്ലൊരു സൂപ്പർ വണ്ടിയാണ്. അയ്യോ പെട്ടു ഗൈസ്. ഇത് ആരെ പേരെ നോക്കിയിട്ട് കാര്യമില്ല. പോവന്നെ പോലീസാ പിന്നാലെ. എനിക്ക് തോന്നുന്നു ഇവരെ വിടാൻ വയ്ക്കൂലെന്ന്. ലാവിറപ്പ് അടിച്ചാലും ഒരു പിന്നാലെ വരുന്നൊരു സംശയമുണ്ട് ഗൈസ്. കുറെ ആൾക്കാർ വണ്ടി കൊണ്ട് വന്നു കണ്ട് എന്നെ വെടിച്ചു കൊല്ലാൻ നോക്കുന്നു ഗൈസ്. പെട്ടു. ആ പോണ വണ്ടി എങ്ങനെയെങ്കിലും കൈ കിട്ടിയൊരു കുഴപ്പമില്ലായിരുന്നു. അയ്യോ പോട്ടെ. നിക്ക് വണ്ടി. ഒരു നല്ലൊരു വണ്ടി കിട്ടിയൊരു സമാധാനം. ആ കിട്ടി. വേഗം പോട്ടെ. വണ്ടി എടുക്ക് ഫ്രാങ്ക്ലിൻ. അക്ക പിന്നെ നോക്ക. ഈ വണ്ടി എടുക്ക്. എടാ മാറി തരോടോ. ഇക്ക് പോവാണ്ട്. എന്റെ മോനെ ഒരു വിടുന്ന ലക്ഷണല്ലേ ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് ഒരു പണി ചെയ്യാം. നമ്മളെ ഹൈവേ അല്ലേ, ഹൈവേക്കട് കയറുന്നത്. ഈ റോഡിൽ കയറിയാൽ പിന്നെ ഒരു കുഴപ്പമില്ല വിചാരിക്കണം. പിന്നെ പിന്നാലെ വന്നാലും എന്ത് ചെയ്യാ. പിന്നാലെ വന്നാലും ഓരോ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് വരട്ടെ മോനെ. ബാക്കിലാണ് പെട്ടു. ഇങ്ങനെ തിരിച്ച ഇങ്ങനെ പോവാ. എന്നാ ശരി ഗൈസ്. നമ്മൾ സ്പീഡിൽ പോട്ടെ. എൻ്റെ പൊന്നള്ളിയാ പെട്ടിട്ടൊരു മനസ്സിലാതിക്ക് റേഡിയോ വേണ്ട. പിന്നെ ക്യാപ്സ് ലോക്ക് ഓഫാക്കാൻ ടൈമായി. അയ്യോ ഓഫായിട്ടില്ല. ഇതാ ലാക്കിൻ്റെ വണ്ടി കേട്ടോ. ഞാൻ ഇനി മുതലേ റേഞ്ച് റോവർ എടുക്കൂല. ഇതേപോലത്തെ ചെറിയ പാട്ട വണ്ടി കിട്ടിയാലും ഒരു കുഴപ്പമില്ല. പോലീസിനിട്ട് പിന്നാലെ വന്നാലും ഇവര് വിടുന്ന ലക്ഷ. ആ പോയി അജോ പെട്ടു. എന്റെ പൊന്നെ. എന്താണ് ഒരു ഭാഗത്ത് എന്താ പറയാ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നല്ലേ. എന്താ പറയാ ഒരു ഭാഗത്ത് ചെയ്താലും ഒരു ഭാഗത്ത് കടലും എന്ന് പറഞ്ഞ പോലെ.
പെട്ടു ഗൈസ്. ഒന്ന് പോയി കിട്ടിയ സമാധാനം. പുല്ല് ഈ ഒരു ഉണക്കല വണ്ടി വെച്ചാൽ പോണില്ല. പോലീസ് കാണല്ലേ കാണല്ലേ, നല്ല കുട്ടിയാണല്ലേ നിങ്ങള്. ഹൈവേക്ക് കയറി കിട്ടി ഗൈസ്. പോട്ടെ. അയ്യോ പെട്ടു. അജോ ഗൈസ് ഇനി പെട്ടു. ഹെലികോപ്റ്ററിന് ഉണ്ടായിരുന്നപ്പോ ഒരാളെ കാണിച്ചു കൊടുക്കണോ ഗൈസ്? ഇൻവിസിബിലിറ്റി 13 സെക്കൻഡേ ഉള്ളു. നമുക്ക് എന്തായാലും സ്പീഡിൽ പോണം. അതെങ്കിലും പോയാൽ പിന്നെ നമ്മൾ ചത്തു ഗൈസ്. പോയാൽ പിന്നെ പോലീസിന്റെ കൈ കിട്ടിയ പടപാടാങ്ങാണ്ട് വെക്കും. ഈ മുന്നിൽ പോണ രണ്ടാൾക്കാർ പോലീസാണ്. നമ്മൾ കാണാണ്ട് ഒളിച്ചിക്കാണ് ഒരു ഇത്. നമുക്കറിയില്ല. ഇൻവിസിബിലിറ്റി പോയി ഗൈസ്. നമുക്ക് മേടിച്ച 3, 2, 1 സ്റ്റാർട്ട്. പെയിൻ കില്ലർ ഇവ സെറ്റായി. എന്നാ പോവാ ഗൈസ്. ക്യാപ്സ് ലോക്ക് ഓഫ്. ഇങ്ങോട്ടൊക്കെ ഗൈസ് അല്ലാണ്ടിന്റെ സാധനങ്ങൾ ഒരു വീടിന്റെ ലക്ഷണമില്ല. ഒരു നമ്മളെ വണ്ടിനെ എന്തോ ഒന്ന് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ആ വണ്ടി തിരിയണ്. അയ്യോ പോട്ടെ പോട്ടെ പോട്ടെ. വണ്ടി പോട്ടെ 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 പോട്ടെ. ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യേ. ഈ വണ്ടി കൊണ്ട് 5 പോകല്ല. അപ്പൊ തന്നെ പറഞ്ഞു കണക്കല വണ്ടിയാണിത്. സ്പീഡിലാ. അത് നമ്മളെ ഫ്രാങ്ക്ലിന്റെ വണ്ടിന്റെ കമ്പനിയാണല്ലോ. ഗൈസ് ഇതാ ഫ്രാങ്ക്ലിന്റെ വണ്ടിന്റെ കമ്പനിയാണ്. ഞാൻ ഈ ഹെലികോപ്റ്റർക്കാരെന്തായാലും വെടിച്ചു കൊല്ലണം. അലാക്കിന്റെ പവറാണ് ഒരു. എന്തായാലും ഗൈസ് ഞാൻ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കട്ടെ. വീടിന് ലക്ഷണമില്ല. നമുക്ക് എന്തായാലും ഒരു ചേസ് നടത്തിങ്ങാണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ തന്നെ കണ്ടോളൂ. ഞാൻ കുറച്ചു നേരം മ്യൂട്ട് ചെയ്യാണ് പോലീസ് പോണ വരെ. ഗൈസ് നമ്മളിപ്പോ മിലിറ്ററി ബേസിന്റെ കുറച്ചെടുത്ത് വന്നിട്ടുള്ളൂ. അപ്പം തന്നെ അവര് പിന്നാലെ വന്നു. എന്തായാലും ഗൈസ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കുടുക്കിയിട്ട് കാണാം ഗൈസ് നിങ്ങളെ. അങ്ങനെയെങ്കിലും ഞാൻ ഹൈവേക്ക് പിന്നെത്തിയപ്പോൾ ഒരു സമാധാനം ഗൈസ്. എന്തായാലും ഗൈസ് ഞാനൊരു സംഭവം ചെയ്യാൻ പോണേ. എത്ര സ്പീഡാണോ അത്രയും സ്പീഡിൽ ഞാൻ എങ്ങനെയെങ്കിലും പോവാൻ നോക്കട്ടെ. ഇപ്പം അതാ മുന്നിലൊരു പോലീസുണ്ടോ ലൈറ്റ് ഇടൂലെന്നൊക്കെ അറിയാം. കാരണം അവൻ്റെ പുടിത്തല എങ്ങനെയാണ്. ഇതാ ഇവിടെ എങ്ങനെ പോവാറിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചുകാട്ട് ഇങ്ങനെ പോവാം. എന്തായാലും ഗൈസ് വെഹിക്കിൾ അത്രയും ടോപ്പ് സ്പീഡിലാണ് ഇപ്പോൾ പോണത്. സ്റ്റാർ പോയി എന്ന് വിചാരിച്ചപ്പോൾ ഗൈസ് അടുത്ത പോലീസ്. ഇവരെ കൊണ്ടൊക്കെ ഒരു കുഴപ്പമാണല്ലോ. നിങ്ങളൊക്കെ ഞാണ്ടല്ലോ നമ്മളായിട്ടല്ല വരെ കളി. കണ്ട് അയ്യോ അങ്ങോട്ടല്ല. എന്തായാലും ഗൈസ് ഞാൻ അവരെ വിട്ടിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ എങ്ങനൊക്കെ ഒന്ന് താഴത്തേക്ക് ചാടിങ്ങാണ്ട് ഇപ്പൊ അതാ വന്നു. എന്നാലും ഇവിടെ വണ്ടികളില്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ ഓരോ അങ്ങനെയെങ്കിലും കളയട്ടെ. വന്നേ നിക്ക് ഗൈസ്. എന്താണ് നമുക്ക് ഗണ്ണിന്റെ ആവശ്യമുണ്ട്. ഞാൻ കുറച്ചേരം എന്താണ് ഇട്ടുണ്ട് ചെറിയൊരു ഫൈറ്റ് ഉണ്ട് ഗൈസ്. കാരണം ഇവര് പോകണ ഒരു ലക്ഷ്യമില്ല. ഇവരലാക്കിന്റെ അങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം. ഇന്നെ കുറെ നേരായി. ഒരു ലിമിറ്റൊക്കെ ഇല്ലേ. തട്ടി സെറ്റ് ഗൈസ്. ഞാൻ അവിടുന്ന് ചാടിപ്പോ അത് അങ്ങോട്ട് വന്നിക്കണു. ഒരു സമാധാനം തരുന്നില്ല ഇവര്. ഗൈസ് പോണ ലക്ഷ്യമില്ല കേട്ടോ. ഇവരൊന്ന് പോയാൽ ഒന്നിനെ വിടും. അങ്ങനെ വിട്ടുങ്ങാണ്ടിരിക്കണ്. ഈ തെറ്റി ഗൈസ്. ഇപ്പം നമ്മള്
പെയിൻ കില്ലർ അടിച്ചോണ്ടൊരു പേടില്ലാണ്ട്. അയ്യോ ഇവരെങ്ങനെ ഇവിടെ നിന്ന് എന്തായാലും കാശ് അവരെ കളഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വേറെ കിട്ട്. 2000 years later. അപ്പൊ ഗായ്സ് അങ്ങനെ ഒരു മണിക്കൂറിന്റെ ശേഷം നമ്മളിപ്പോ നമ്മളെ സിറ്റിക്ക് വന്നിക്കണു. പോലീസ് ഞാൻ എവിടെ കടന്നു വെച്ചിട്ട് അറിയോ, ഞാൻ ഈ ഒരു ഭാഗത്തായിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ കോർന്ന് കേറി വന്ന ഒരു വണ്ടി ഇട്ടിങ്ങാണ്ട് പോയി മണിക്കൂറായിട്ടായി വരെ കഴിഞ്ഞ് രക്ഷപ്പെടാൻ. മിസൈലിന്റെ ഉണ്ടൊക്കെ വെച്ചിങ്ങാണ്ട് മടുത്തുക്കണക്ക്. ഇനിയിപ്പോൾ എന്തായാലും ഇനി ഹൗസ് പോവാം. മടുത്തുങ്ങാണ്ടേ ഇപ്പോഴാ മനസ്സിലായി എന്താ സംഭവിച്ച. മിലിറ്ററി ബേസിനായിട്ട് പോയാലേ ഞാൻ ഇനി മേലായിട്ട് പോകില്ല ഗൈസ്. ഇപ്പോൾ പേടിയാണ് അവരെന്താ കാട്ടെന്ന് മനസ്സിലായി. പോലീസ് ഇപ്പോൾ അവിടെ കാണും. എൻ്റെ പിന്നാലെ വന്നുങ്ങാണ്ട് എന്താണ് എന്നെ നോക്കി ആദ്യം ഒന്ന് എന്നിട്ട് പോയപ്പോൾ ഒരു സാവധാനം ഗൈസ്. ഇപ്പം എന്തായാലും ഹൗസ് കോട്ടൊരു സുഖല്ലേ. നമ്മളെ മറ്റേ വണ്ടിയില്ലേ മോഷ്ടിച്ച വണ്ടി, അതേപോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അങ്ങനെയൊക്കെ തട്ടിപ്പറിച്ചും കൊണ്ട് വാങ്ങി ഗൈസ്. അവിടുന്ന് തട്ടിച്ചു മുട്ടാണ് അങ്ങനെയൊക്കെ പൊടുന്നു. ഇവിടുന്ന് തട്ടിച്ചു മുട്ടാണ് പോട്ടെ. എന്തായാലും ഗൈസ് നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ആരൊക്കെ ഇനിയിപ്പോൾ GTA5 കളിക്കണവരുണ്ടെങ്കിൽ ആരൊക്കെ മിലിറ്ററി ബേസിൻ്റെ ഉള്ളിൽ പോയിക്കണമെന്ന് ഒന്ന് പറയണം ഗൈസ്. അച്ചോ റൂട്ട് മാറി ഈ വണ്ടി അങ്ങോട്ട് പോകുന്നു. നിക്ക് ബ്രോ ഒന്ന് പോട്ടെ ഗസ്ക്ക്. ഈ വണ്ടിന്റെ ഹോൺ നല്ല ഇഷ്ടപ്പെട്ടിട്ട്. ഇതൊക്കെ ഹോണ് ഏതാ സോങ്. എന്തായാലും ഗൈസ് ഇങ്ങനത്തെ ഒരു ഹോൺ നിങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം ഗൈസ്. എന്തായാലും നമുക്ക് വേഗം പോവാ. ഇവിടെ ഒരു എത്തിയപ്പോഴൊരു സമാധാനം. രാത്രി പോയാൽ രാവിലെ എത്തുന്നു. ഇതാ കാട്ടല്ലേ. അയ്യോ ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് കയറ്റണം. നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം. നല്ല രസമല്ലേ ഈ ഒരു വണ്ടി. നല്ല ഡ്രിഫ്റ്റാട്ടോ. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി കൂടിയാണിത്. മോഷ്ടിച്ചാൻ കിട്ടിയെന്ന ഒരു ഭാഗ്യം. അതൊന്നും തുറക്കണ്ട. ഇനി ഗൈസ് നമുക്ക് ഇതിന്റെ ഫോണെന്ന് കേൾക്കാം. ഗൈസ് അലാക്കിന്റെ ഹോണാട്ടോ ഇതിന്. എന്തായാലും ഇപ്പോൾ ഹോണൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതോടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നാളെ എന്തായാലും ഇനിയിപ്പോൾ വണ്ടി ഫൈൻഡ് ചെയ്യാൻ പോകുക എന്നുള്ള എൻ്റെ 4 ഭാഗം 5 ഭാഗം 4 ഭാഗമായിട്ട് ആക്കാരും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ.